ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്സസ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സോ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ 3 പാർട്ടായിട്ടാണ് വരുന്നത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പം അതിൽ ഓരോ പാർട്ടിനും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ട രീതിയും അതുപോലെ തന്നെ മാർക്സും വ്യത്യസ്തമാണ്. അപ്പം 2024 നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് പാർട്ട് എയിലാണ്. പാർട്ട് എ എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. അതിൽ 2 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. അതിൽ സീലിംഗ് ഉണ്ട് 16 മാർക്സ്. അതായത് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. മാക്സിമം 16 മാർക്ക് വരെ അതിൽ നിന്ന് കിട്ടും. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് SMM, ദാറ്റ് ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണെന്നാണ് ചോദിച്ചത്. സോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്കറിയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു ബിസിനസ് ടു റീച്ച് ലാർജ് ഓഡിയൻസ്, എൻഗേജ് വിത്ത് കസ്റ്റമേഴ്സ്, ബിൽഡ് ബ്രാൻഡ് അവെയർനെസ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 2 മാർക്സ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താണ് അതിൻ്റെ ടേമിൻ്റെ മീനിങ് എന്ന് മാത്രം എഴുതിയാൽ മതി. കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് സമയം കളയേണ്ട കാര്യമില്ല. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. പ്രീവിയസ് വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറക്കാതെ കാണുക. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെയും 3 ഡിഫറൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളത്. അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാൽ മതി എന്താണ് അതെന്ത് ഡിഫറൻസ് ആണെന്നുള്ളത്. സോ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് മീഡിയം ആണ്, റീച്ച് ഏതിനാണ്, കോസ്റ്റ് ഏതിനാണ് കൂടുതൽ, കമ്മ്യൂണിക്കേഷൻ ഏത് വഴിയാണ്, ദെൻ മെഷറബിലിറ്റി, സ്പീഡ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേരിയസ് ഡിഫറൻസസ് ഉണ്ട്. ദെൻ എനി 3 ഡിഫറൻസസ് ചോദിച്ചാൽ 3 ഡിഫറൻസസ് മാത്രം എഴുതിയാൽ മതി. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഡിജിറ്റൽ ചാനൽസ് ഓർ പ്ലാറ്റ്ഫോംസ് ആൻഡ് ടെക്നോളജീസ് സച്ച് ആസ് വെബ്സൈറ്റ്സ്, സെർച്ച് എഞ്ചിൻസ്, സോഷ്യൽ മീഡിയ എക്സെട്ര ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ്, സർവീസസ് ഓർ ബ്രാൻഡ്സ്. അപ്പം ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ ചാനൽസ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് മെഷീൻസ് ഓർ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ടു പെർഫോം ടാസ്ക് ദാറ്റ് നോർമലി റിക്വയർ ഹ്യൂമൻ ഇൻ്റലിജൻസ്. സോ ഹ്യൂമൻ ഇൻ്റലിജൻസ് വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ മെഷീൻസ് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എന്തെങ്കിലും AI പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ പേര് എഴുതാവുന്നതാണ്. ദെൻ വാട്ട് ഈസ് ആൻ ഇമെയിൽ. ഇമെയിലിൻ്റെ ചാപ്റ്റർ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് വീഡിയോസിൽ, കമ്മിങ് വീഡിയോസിൽ ഇമെയിലിൻ്റെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെയിൽ ഈസ് എ മെത്തേഡ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഡിജിറ്റൽ മെസ്സേജസ് ഓവർ ഇൻ്റർനെറ്റ് ത്രൂ ഡിജിറ്റൽ മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ജിമെയിൽ, യാഹൂ മെയിലൊക്കെ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് SEO എന്നാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെറിയ രീതിയിൽ ഡിസ്കസ് ചെയ്താണ് എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് എ വെബ്സൈറ്റ്സ് വിസിബിലിറ്റി ഓൺ സെർച്ച് എഞ്ചിൻസ് ലൈക്ക് ഗൂഗിൾ സോ ദാറ്റ് ഇറ്റ് അപ്പിയർ ഹയർ ഇൻ സെർച്ച് റിസൾട്ട്സ്. ഇപ്പോൾ സെർച്ച് എഞ്ചിനിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് ഹയർ ഓർഡറിൽ അല്ലെങ്കിൽ ആദ്യം തന്നെ വരാൻ വേണ്ടി ചെയ്യേണ്ട പ്രോസസ്സുകളെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്, അത് ഇമെയിൽ ചാപ്റ്ററിൽ തന്നെ വരുന്നൊരു ടേമാണ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്. It refers to sending helpful, valuable and requested emails to people who have willingly subscribed or shown interest in a brand. അപ്പം താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്ക് ആവശ്യമുള്ള മെസ്സേജസ് മാത്രം അയക്കുന്നതിനെയാണ് ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോഗ്രസീവ് വെബ് പേജസ് ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രോഗ്രസീവ് വെബ് പേജസ് അല്ലെങ്കിൽ PWA ആർ വെബ്സൈറ്റ്സ് ദാറ്റ് ലുക്ക് ആൻഡ് ഫങ്ഷൻ ലൈക്ക് മൊബൈൽ ആപ്സ് ബട്ട് റൺ ഡയറക്ട്ലി ഇൻ എ വെബ് ബ്രൗസർ. കാണുമ്പോൾ ഒരു മൊബൈൽ ആപ്പ് പോലെ തോന്നും, പക്ഷേ വെബ് ബ്രൗസറിലാണ് അത് ഡയറക്ട്ലി വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് എവിടെയും പോയി ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് വൺ 9th ക്വസ്റ്റ്യൻ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തൊരു ഏരിയയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് വേർ ബിസിനസ്സസ് കൊളാബറേറ്റ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരിലൂടെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 3 എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എത്തിക്കൽ ഇഷ്യൂസ് ആണ്. വേരിയസ് ഇഷ്യൂസ് ഉണ്ട്, എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അത് 3 എത്തിക്കൽ ഇഷ്യൂസ് മാത്രം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. സോ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ്, ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റി ഇഷ്യൂസ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ്,
exploitation of vulnerable audiences, copyright and intellectual property. These are some of the ethical issues. ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് 2 മാർക്സ് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യനും 6 മാർക്ക് വെച്ചിട്ടാണ്. ദെൻ മാക്സിമം സീലിംഗ് 24 മാർക്സ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. മാക്സിമം 24 മാർക്ക് വരെ കിട്ടും. അതിൽ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ അത് നോക്കാം. വാട്ട് ആർ ദ 7 C's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് 7 C's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറക്കാതെ കാണുക. ദെൻ എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് SEO ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ. SEOയുടെ ടൈപ്സ്, അതുപോലെ തന്നെ ഓൺ പേജ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ എന്താണെന്നാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്, വേരിയസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. വേരിയസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയ ആണ്. ദെൻ ലാസ്റ്റ് വൺ, ലിസ്റ്റ് എനി 3 പോപ്പുലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് ദെയർ യൂസസ്. അത് നമുക്ക് ജനറലായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഒരു പോപ്പുലർ ആയിട്ടുള്ള 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അതിൻ്റെ യൂസസും എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ ബി 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അല്ലാതെ 1 വേർഡിലോ അല്ലെങ്കിൽ 1 സെൻറ്റൻസിലോ 2 സെൻറ്റൻസിലോ എഴുതി നിർത്തിയാൽ അതിനനുസരിച്ചുള്ള മാർക്ക് മാത്രമായിരിക്കും കിട്ടുക. ദെൻ നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പം essay ആണ്. പാർട്ട് സി 10 മാർക്സ്. ഒരു ക്വസ്റ്റ്യന് 10 മാർക്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സീലിംഗ് അല്ല, സെപ്പറേറ്റ് വാല്യുവേഷൻ ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഹയസ്റ്റ് കിട്ടുന്ന മാർക്ക് മാത്രമായിരിക്കും വാല്യൂ ചെയ്യുക. 10 മാർക്സ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻസ് ഇതാണ്. ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ SEO ആൻഡ് SEM. എക്സ്പ്ലെയിൻ ഹൗ ബിസിനസ്സസ് ക്യാൻ സ്ട്രാറ്റജിക്കലി യൂസ് ബോത്ത് ഫോർ ഓൺലൈൻ മാർക്കറ്റിംഗ് സക്സസ്. അപ്പം നമുക്ക് SEO SEM എന്താണ്, അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ദെൻ ലാസ്റ്റ് പാർട്ട് അത് നിങ്ങൾക്ക് ജനറലായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്, അതെങ്ങനെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കറണ്ട് ട്രെൻഡ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗും ഒമ്നി ചാനൽ മാർക്കറ്റിംഗും, അതിൻ്റെ കൂടെ തന്നെ വരുന്ന വേരിയസ് ടൂൾസ്, അതിൻ്റെ കൂടെ തന്നെ വരുന്ന വേരിയസ് ട്രെൻഡ്സ്. ദെൻ വാട്ട് ആർ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ്. അത് നിങ്ങളുടെ സിലബസിൽ വരുന്ന ഏരിയ തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിൽ തന്നെ പലരും ചെയ്യുന്ന ജോബ്സ് ആയിരിക്കാം, പലരും പഠിച്ചിട്ടുണ്ടും കേട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതുക. ഇത് 10 മാർക്ക് essay ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമാണ് ഫുൾ മാർക്സ് കിട്ടുക. സോ ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. കമ്പാരിറ്റീവ്ലി നല്ല ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. സോ ഇപ്രാവശ്യം അങ്ങനത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.